നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. കോൾ കർഷകർക്ക് ആശ്വാസം. ജില്ലയിലെ പടിഞ്ഞാറൻ കോൾ നിലങ്ങളിലേക്ക് ജലം എത്തിക്കുന്നതിനായി ചിമ്മിനി ഡാമിന്റെ ഡിസ്പേഴ്സ്യൽ വാൽവ് തുറന്നു. കല്ലൂർ പാറക്കാട് റോഡിൽ വാഹനങ്ങൾക്ക് അപകട ഭീഷണിയായി ഗർത്തങ്ങൾ. തൃക്കൂർ പഞ്ചായത്തിലെ പാറക്കാട് സെന്ററിലാണ് അപകടക്കെണിയൊരുക്കി ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. രാജ്യത്ത് LPG വാണിജ്യ സിലിണ്ടറിന്റെ വില കുറച്ചു. 39.50 രൂപയാണ് സിലിണ്ടറിന് വില കുറയുക. ക്രിസ്മസിന് മുന്നോടിയായുള്ള ആഘോഷങ്ങളിൽ നാട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റ് സ്ഥാപനങ്ങളിലും വിപുലമായ ആഘോഷ പരിപാടികളാണ് നടന്നത്. കൊടകര മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ജില്ലയിലെ പടിഞ്ഞാറൻ കോൾ നിലങ്ങളിലേക്ക് ജലം എത്തിക്കുന്നതിനായി ചിമ്മിനി ഡാമിന്റെ ഡിസ്പേഴ്സ്യൽ വാൽവ് തുറന്നു. പ്രതിദിനം 1 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് കുറുമാലിപ്പുഴ വഴി ഡാമിൽ നിന്നും ഒഴുക്കുന്നത്. കുറുമാലി, കരുവന്നൂർ പുഴകളിൽ നേരിയ തോതിൽ ജലനിരപ്പ് ഉയരുമെന്നതിനാൽ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. വാൽവിലൂടെ വെള്ളം തുറന്നുവിട്ടതോടെ ചിമ്മിനി ചെറുകിട ജലവൈദ്യുത പദ്ധതിയിൽ വൈദ്യുതി ഉൽപാദനവും ആരംഭിച്ചു. 68.24 മീറ്ററാണ് വെള്ളിയാഴ്ച രാവിലെ ഡാമിൽ രേഖപ്പെടുത്തിയ ജലനിരപ്പ്. ഡാമിന്റെ സംഭരണശേഷിയുടെ 62% ജലം ഇപ്പോൾ ഡാമിലുണ്ട്. സാധാരണഗതിയിൽ ഒക്ടോബർ മുതൽ കോൾ നിലങ്ങളിലേക്ക് ജലം തുറന്നുവിടാറുള്ളതാണ്. ഇത്തവണ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇടവിട്ട് മഴ ലഭിച്ചതിനാൽ ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിടേണ്ടി വന്നിരുന്നില്ല. താരതമ്യേന ഇത്തവണ ജലസംഭരണം പൂർണ്ണതോതിൽ എത്തിയിരുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് കാലം തെറ്റിവന്ന മഴ മൂലമാണ് 2 മാസം വൈകി ഡിസ്പേഴ്സ്യൽ വാൽവുകൾ തുറന്നത്. കല്ലൂർ പാറക്കാട് റോഡിൽ വാഹനങ്ങൾക്ക് അപകട ഭീഷണിയായി ഗർത്തങ്ങൾ. തൃക്കൂർ പഞ്ചായത്തിലെ പാറക്കാട് സെന്ററിലാണ് അപകടക്കെണിയൊരുക്കി ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. ആമ്പല്ലൂർ, കല്ലൂർ, തൃക്കൂർ ഭാഗങ്ങളിലേക്കുള്ള യാത്രക്കാർ സഞ്ചരിക്കുന്ന പ്രധാന പാതയാണിത്. വളവുള്ള ഭാഗമായതിനാൽ അപകട സാധ്യത ഏറെയാണ്. കൂടാതെ റോഡിന്റെ ഒരു വശം മുഴുവൻ ഗർത്തമാണ്. ഗർത്തം ഒഴിവാക്കാനായി എതിർദിശയിലൂടെ വാഹനം ഓടിക്കേണ്ട ഗതികേടിലാണ് ഡ്രൈവർമാർ. വലിയ ഭാരവാഹനങ്ങൾ വന്നാൽ ഇതിലൂടെ ഏറെ പ്രയാസപ്പെട്ടാണ് കടന്നുപോകുന്നത്. പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതാണ് റോഡിന്റെ തകർച്ചയുടെ കാരണം. പൈപ്പ് പൊട്ടി റോഡിലൂടെ വെള്ളം ഒഴുകുന്നത് നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറയും. ഇവിടെ ഈ വഴി പണി കഴിഞ്ഞതിന് ശേഷം എന്നും പൈപ്പ് പൊട്ടലും എന്നും നന്നാക്കല, കുഴി തീരണമില്ല. ഇപ്പോഴും പൈപ്പ് പൊട്ടിയിട്ട് പൈപ്പ് പൂട്ടിയിട്ടേക്കുക, വെള്ളം വരാണ്ടിരിക്കുക, എന്നും കേടഞ്ഞ. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ. ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോൾ ഒഴിവാക്കി പോകുന്ന ഭാരം കൂടി വാഹനങ്ങൾ നിരന്തരം പോകുന്ന വഴിയാണ്. അത് കാരണം ഇവിടെ ഈ വഴി എന്നും പൈപ്പ് പൊട്ടലും ഇതാ. ഒരു അടച്ചു പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം പൈപ്പ് പൊട്ടുന്ന സ്ഥിതിയാണ് ഇവിടെ. ഇപ്പോൾ വലിയ കുഴികളാണ്. ബൈക്ക് യാത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുന്ന. ഇപ്പോൾ കാണാം ഇവിടെ തന്നെ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവര് കഴിഞ്ഞ ദിവസം അടച്ചതാണ്, ഇപ്പോൾ അത് അടയ്ക്കാണ്ട് പോയി. അതാണ് ഈ റോഡിന്റെ അവസ്ഥ. ഭാരം കൂടി വാഹനങ്ങൾ പോകുമ്പോൾ പൈപ്പ് പൊട്ടി ഈ കിടക്കുന്ന കാരണം വലിയ ഗർത്തങ്ങളാണ് ഉണ്ടാവണത്. വെള്ളം നിറഞ്ഞു കിടക്കാറാണ് പതിവ്. ഇപ്പൊ ഈ മിഞ്ഞാന്ന് അടച്ചോളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വെള്ളം ഇല്ലാത്ത. വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ ഈ ബൈക്ക് അറിയില്ല കുഴി ഉണ്ടെന്നുള്ളത്. അപ്പോൾ വന്ന് കുഴിയിൽ വീഴും, മറിഞ്ഞു വീഴും. വേറെ വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ വലിയ അപകടത്തിലേക്ക് ഇത് ഈ എത്രയും പെട്ടെന്ന് അധികൃതർ ഇതിനൊരു പരിഹാരം കാണുന്നതാണ് നാട്ടുകാരനെന്നുള്ളത്. കൂടാതെ ടോൾ ഒഴിവാക്കി വരുന്ന ഭാരവാഹനങ്ങൾ ഈ റോഡിലൂടെ കടന്നു പോകുന്നത് റോഡിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ കുഴി തിരിച്ചറിയാതെ വരുന്ന ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ഇവിടെ എന്നും പൈപ്പ് പൊട്ടല. ഇപ്പൊ ഒരു 2 മാസത്തിനിടയ്ക്ക് 3-4 പ്രാവശ്യം ഇവിടെ പൊട്ടല്. അവര് എന്നും വരും, അടയ്ക്കും. ഈ ഭാഗത്ത് പൊട്ടിക്കിടപ്പുണ്ട്, അവിടെ പൊട്ടിക്കിടപ്പുണ്ട്. പൈപ്പിന്റെ പണി അവിടെ നടക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ എന്നും ഇവിടെ വെള്ളം എന്നും കണ്ടമാനം വെള്ളം ഇവിടെ ഈ കുഴി പോലെ കിടക്കുന്ന കാരണം കൊണ്ട് വെള്ളം കണ്ടമാനം പോവാ. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര അപകടമാണ്. രാത്രിയൊക്കെ വലിയ വണ്ടികളൊക്കെ വലിയ കുഴിയിൽ വീണ് വലിയ സൗണ്ട് കേട്ട എൻ്റെ വീട് തൊട്ട് കിടക്കുന്നത്. അപ്പോൾ
വലിയ സൗണ്ട് കേട്ടിട്ടാണ് ഞങ്ങൾ നെട്ടി എണിക്കുന്ന പോലെയൊക്കെ എനിക്കും അമ്മാതിരി സൗണ്ടിൽ. അപ്പോൾ ചെറുവണ്ടികളൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെടുന്നതാണ്. വെള്ളം നിറഞ്ഞ് കിടക്കുമ്പോൾ ബൈക്കുകാർ ഓട്ടോറിക്ഷക്കാരൊക്കെ വന്ന് കുറേ ബൈക്ക് ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്, കുഴിയിൽ വീണിട്ട്. അത് പെട്ടെന്ന് റെഡി ആയില്ലെങ്കിൽ വലിയ അപകടം എന്തെങ്കിലും ഉണ്ടാവും. അപകടം ഉണ്ടായതിന് ശേഷം പിന്നെ നടപടി എടുത്തിട്ട് കാര്യമില്ല. അതിന് മുമ്പ് ഒരു നടപടി ഉണ്ടായി കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും. റോഡിനടിയിലെ ക്രോസ് പൈപ്പുകൾ കലുങ്കിനടിയിലേക്ക് മാറ്റി സ്ഥാപിച്ച് പൈപ്പ് പൊട്ടുന്നതിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മുപ്ലിയം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് കെട്ടിടം നിർമ്മാണത്തിനായി ഒരുങ്ങുന്നു. നാഷണൽ ഹെൽത്ത് മിഷന്റെ 25 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ലാബിന്റെ നിർമ്മാണ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹേമലത നന്ദകുമാർ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റോസിലി തോമസ്, അഷറഫ് ചാലിയത്തൊടി, ഗ്രാമപഞ്ചായത്ത് അംഗം റഷീദ് അരീക്കോട്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബെന്നി ചാക്കപ്പൻ എന്നിവർ സന്നിഹിതരായിരുന്നു. മറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കാഴ്ച വൈകല്യ തിമിര രോഗനിർണയ ക്യാമ്പും ജീവിതശൈലി രോഗ നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി ഹെൽത്ത് ആൻഡ് വെൽനസ് സുംബ ഡാൻസ് പരിശീലനവും നടത്തി. മറ്റത്തൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും ജില്ലാ ആശുപത്രിയുടെ സഞ്ചരിക്കുന്ന നേത്രവിഭാഗം യൂണിറ്റിൻ്റെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങ് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ദിവ്യ സുധീഷ്, ആശുപത്രി സൂപ്രണ്ട് MV റോഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ KA ജയൻ എന്നിവർ പ്രസംഗിച്ചു. ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സുംബ പരിശീലനം നൽകിയത്. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വാർഷികം ആഘോഷിച്ചു. pre-KG മുതൽ ഗ്രേഡ് 4 വരെയുള്ള കുട്ടികളുടെ പരിപാടി നടന്നത്. ചടങ്ങ് ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറൽ P രാഹുൽ ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ അധ്യക്ഷനായി. ഭാരതീയ വിദ്യാനികേതൻ ജനറൽ സെക്രട്ടറി RV ജയകുമാർ മുഖ്യാതിഥിയായി. ഗായകൻ ശ്രീകുമാർ, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ അജി വേണുഗോപാൽ എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് കലാവിരുന്നും അരങ്ങേറി. रामेश्वराय शिव रामेश्वराय हर हर भोले नमः शिवाय. ഫോൺ ഇൻ പ്രോഗ്രാമിലൂടെ സാന്താക്ലോസിനെയും ക്രിസ്മസ് ട്രീയും കാർഡും നക്ഷത്രവും പരിചയപ്പെടുത്തി ഏറെ വ്യത്യസ്തമായാണ് ഇഞ്ചക്കുണ്ട് ലൂർദ് മാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നത്. ക്രിസ്തുമസ് ആഘോഷിക്കുക മാത്രമല്ല, ക്രിസ്തുമസിനെ സംബന്ധിച്ച അറിവുകൾ പകരുവാനാണ് പരിപാടി ഒരുക്കിയത്. അധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയുടെ അവതാരകരായതും കുട്ടികൾ തന്നെയാണ്. കൂടാതെ ക്രിസ്തുമസിനോടനുബന്ധിച്ചുള്ള ദൃശ്യാവിഷ്കാരവും ശ്രദ്ധേയമായി. ചടങ്ങ് സ്കൂൾ മാനേജർ ഫാദർ സെബിൻ എടാട്ടുകാരൻ ക്രിസ്തുമസ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ അഞ്ജലി, ട്രസ്റ്റി റിൻസൺ മേലുക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. സെന്റ് റാഫേൽ ശാന്തി ഭവനിലെ അമ്മമാർക്ക് ക്രിസ്മസ് സ്നേഹ സമ്മാനവുമായി തൃക്കൂർ GLPSലെ കുട്ടികളെത്തി. ക്രിസ്തുമസ് കേക്കും കുട്ടികൾ ശേഖരിച്ച നിത്യോപയോഗ സാധനങ്ങളും കൊണ്ടാണ് അമ്മമാരെ കാണാൻ വിദ്യാർത്ഥികൾ എത്തിയത്. ക്രിസ്തുമസ് പപ്പയോടൊപ്പം ക്രിസ്തുമസ് ഗാനങ്ങൾ ആലപിച്ച് അവരുടെ സന്തോഷത്തിൽ കുട്ടികൾ പങ്കുചേർന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ജിഷ ഡേവിസ്, വാർഡ് അംഗം മായ രാമചന്ദ്രൻ, പ്രധാന അധ്യാപിക ജസീമ, അധ്യാപികയായ ജീന, ട്രസ്റ്റ് മേധാവി ബിജു എന്നിവർ സന്നിഹിതരായിരുന്നു. പുതുക്കാട് SN ഇംഗ്ലീഷ് മീഡിയം പ്രീ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തി. ചുവപ്പും വെളുപ്പും നിറങ്ങളുള്ള പുതുവസ്ത്രങ്ങൾ, സാന്താക്ലോസ് ഉടുപ്പുകൾ ധരിച്ചും ആടിയും പാടിയും കുരുന്നുകൾ ക്രിസ്തുമസ് ആഘോഷങ്ങൾ വർണ്ണാഭമാക്കി. സ്കൂൾ ഡയറക്ടർ PR വിജയകുമാർ, പ്രധാന അധ്യാപിക ബേബി വിജയകുമാർ, PTA അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 11-ലെ 116-ാം അങ്കണവാടിയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. വാർഡ് അംഗം വിജിത ശിവദാസൻ, അങ്കണവാടി അധ്യാപിക വനജ, ഹെൽപ്പർ വിജയ എന്നിവർ നേതൃത്വം നൽകി. മാതാപിതാക്കളും പരിപാടികളിൽ പങ്കുചേർന്നു. കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ നടന്ന ക്രിസ്മസ് ആഘോഷം ഫാദർ അലക്സ് P ജോർജ് ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് CG രാജൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ PS ഉഷ, ട്രസ്റ്റ് സെക്രട്ടറി EN ശശി, ജോയിന്റ് സെക്രട്ടറി OC വിജയൻ, ട്രഷറർ KU ദിവ്യപ്രകാശൻ, വൈസ് പ്രിൻസിപ്പാൾ VR അനു,
ക്ഷേമസമിതി പ്രസിഡന്റ് AR മഹേഷ്, മാതൃസമിതി പ്രസിഡന്റ് നീതു ജിനാസ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും മത്സരങ്ങളും നടത്തി. രാജ്യത്ത് LPG വാണിജ്യ സിലിണ്ടറിന്റെ വില കുറച്ചു. 39.50 രൂപയാണ് സിലിണ്ടറിന് വില കുറയുക. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വിലയിലുണ്ടായ ഇടിവാണ് വില കുറയാൻ കാരണം. എന്നാൽ ഗാർഹിക LPG സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. എല്ലാ മാസവും എണ്ണ കമ്പനികൾ നടത്തുന്ന വില അവലോകനത്തിലാണ് തീരുമാനമുണ്ടായത്. കൊടകര മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. നിർധനർക്ക് വസ്ത്രങ്ങൾ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് വിദ്യാലയത്തിൽ തുറന്ന ഡ്രസ് ബാങ്ക് ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ, പഞ്ചായത്ത് അംഗങ്ങളായ TK പത്മനാഭൻ, MM ഗോപാലൻ, പ്രധാനാധ്യാപിക PS സീമ, PTA പ്രസിഡന്റ് PC ലജീഷ്, മാനേജർ B സദാനന്ദൻ, K സനൽ, ദിനേഷ് പരമേശ്വരൻ, NV ബിജു, K നാരായണൻകുട്ടി, നീതു ജിനേഷ്, K നെൽസൺ പോൾ, NS സാവന്ത്, KV അജയ്കുമാർ എന്നിവർ പ്രസംഗിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പുല്ലൂർ മിഷൻ 14-ാം വാർഡിൽ സ്നേഹത്തണൽ വയോ ക്ലബ്ബ് രൂപീകരിച്ചു. ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം മണി സജയൻ അധ്യക്ഷത വഹിച്ചു. അജിത രാജൻ, ICDS സൂപ്പർവൈസർ അൻസ എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. AN രാജൻ പ്രസിഡന്റും സീതാ ഷൺമുഖൻ കൺവീനറും സുരേന്ദ്രൻ ചേലക്കുളത്ത് ട്രഷററുമായി പുതിയ കമ്മിറ്റി രൂപീകരിച്ചു. 15-ാം വാർഡ് ചേർപ്പുംകുന്നിൽ നിർമ്മാണം പൂർത്തീകരിച്ച ലൈഫ് വീടിന്റെ സമർപ്പണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ താക്കോൽദാന കർമ്മം നിർവഹിച്ചു. വികസന കാര്യസമിതി ചെയർമാൻ KP പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം നികിത അനൂപ്, ലളിത, കവിത ദിലീപ്, AV മിനി, ചന്ദ്രവല്ലി സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. മുരിയാട് 4-ാം വാർഡിൽ ജീവധാര സ്ക്രീനിംഗ് ക്യാമ്പ് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിറ്റ്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രതി ഗോപി അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ NA ഷാജി, CDS അംഗം റിത സുധീഷ്, റെജി ആൻഡോ എന്നിവർ പ്രസംഗിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ MK ജോഷി, മനിഷ, ആരോഗ്യ പ്രവർത്തകരായ ജസ്ന, നിമ്മി, സുജിത, സുനിത തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ചെങ്ങന്നൂർ മനക്കലക്കടവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം ഞായറാഴ്ച ആരംഭിക്കും. വൈകിട്ട് 5-ന് ഈശാന്യമംഗലം ശിവക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും. ചെറുവാറ്റ ശ്രീരാജ് നമ്പൂതിരിയാണ് കാർമ്മികൻ. 31-ന് സപ്താഹം സമാപിക്കും. പാലിയേക്കര ചിറ്റിശ്ശേരി ചേന്നംകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ മാസം 26 വരെ മണ്ഡലപ്പാട്ടും 24, 25, 26 തീയതികളിൽ ലക്ഷാർച്ചനയും നടത്തും. ഇതോടനുബന്ധിച്ച് ക്ഷേത്ര നടപ്പുരയിൽ 23-ന് വൈകിട്ട് 6:30-ന് കുനിശ്ശേരി അനിയലന്മാരാരുടെയും 24-ന് വൈകിട്ട് 6:30-ന് പറക്കാട്ട് തങ്കപ്പന്മാരാരുടെയും പഞ്ചവാദ്യവും 25-ന് ഭക്തി പ്രഭാഷണം, 26-ന് ദാരികബദ്ധം പാട്ടും ഉണ്ടായിരിക്കും. സംസ്ഥാനത്ത് 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമായി 2 ചക്രവാത ചുഴികൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. 5 ദിവസം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്കുകിഴക്കൻ അറബിക്കടലിലും തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിനും മുകളിലായാണ് ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ജില്ലയിൽ എല്ലാ റേഷൻ കടകളിലും ഡിസംബർ മാസത്തെ റേഷൻ വിഹിതം എത്തിയിട്ടുണ്ട്. ക്രിസ്മസ് പ്രമാണിച്ച് തിരക്കുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ഓരോ കാർഡിലും അർഹതപ്പെട്ട റേഷൻ വിഹിതം ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ വാങ്ങണമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5800 രൂപ, പവന് 46,400 രൂപ. കൊടകര വാഴപ്പള്ളി കൃഷ്ണൻകുട്ടി മകൻ ഡോക്ടർ VK പുഷ്പാങ്കദൻ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. ആളൂർ, കൊടകര, മറ്റത്തൂർ ഗവൺമെന്റ് ആശുപത്രികളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മറ്റത്തൂർ ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ടായിരിക്കുമ്പോഴാണ് സർവീസിൽ നിന്നും വിരമിച്ചത്. സംസ്കാരം നടത്തി. ഉഷയാണ് ഭാര്യ. ഡോക്ടർ സിനി, ഡോക്ടർ അഷി, കൊടകര ശാന്തി ആശുപത്രിയിലെ ഡോക്ടർ ബിനു എന്നിവർ മക്കളും. ശ്രീകുമാർ പോളക്കുളത്ത്, ബിജു എടത്താടൻ, ഡോക്ടർ അനീഷ എന്നിവർ മരുമക്കളുമാണ്. മണ്ണമ്പേട്ട പൂക്കോട്
മണ്ടോലി പരേതനായ കൊച്ചുണ്ണി മകൻ രവീന്ദ്രൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചെട്ടിച്ചാൽ മുണ്ടക്കൽ വേലായുധൻ എന്ന താമി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശാരദയാണ് ഭാര്യ. വിനോദ്, ബിജു, വിനിത എന്നിവർ മക്കളും. സ്മിത, വിദ്യ, രാജേഷ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കോൾ കർഷകർക്ക് ആശ്വാസം. ജില്ലയിലെ പടിഞ്ഞാറൻ കോൾ നിലങ്ങളിലേക്ക് ജലം എത്തിക്കുന്നതിനായി ചിമ്മിനി ഡാമിന്റെ ഡിസ്പേഴ്സ്യൽ വാൽവ് തുറക്കും. കല്ലൂർ പാറക്കാട് റോഡിൽ വാഹനങ്ങൾക്ക് അപകട ഭീഷണിയായി ഗർത്തങ്ങൾ. തൃക്കൂർ പഞ്ചായത്തിലെ പാറക്കാട് സെന്ററിലാണ് അപകടക്കെണിയൊരുക്കി ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. രാജ്യത്ത് LPG വാണിജ്യ സിലിണ്ടറിന്റെ വില കുറച്ചു. 39.50 രൂപയാണ് സിലിണ്ടറിന് വില കുറയുക. ക്രിസ്മസിന് മുന്നോടിയായുള്ള ആഘോഷങ്ങളിൽ നാട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റ് സ്ഥാപനങ്ങളിലും വിപുലമായ ആഘോഷ പരിപാടികളാണ് നടന്നത്. കൊടകര മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10:30 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.